ഹായ് കേസ് ഫുൾ ലോഡുമായിട്ട് പോയപ്പോഴാണ് വണ്ടിയുടെ ബ്രേക്ക് കഷ്ടപ്പെട്ടത്. എന്തായാലും കൊല്ലച്ചായാലും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സൈറ്റിലെത്തി. വലിയ കയറ്റം ഇറക്കൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും പടച്ചോടെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സൈറ്റിലെത്തി സാധനം ഇറക്കി. ചില സൈറ്റുകൾ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് പണിക്കാരെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറക്കേണ്ടി വരും. തിരിച്ച് ഇടയിൽ വന്ന് പേയ്മെന്റ് അടയ്ക്കാൻ നേരമാണ് ക്യാഷ് കൗണ്ടറിനകത്ത് ഒരു പാവത്തം പെട്ട് കിടക്കുന്നുണ്ടത്. ഒരു ജീവൻ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. എന്തായാലും ആശാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് നമ്മൾ ചെടിക്കകത്ത് വെച്ചു കൊടുക്കും. ഇനി പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓക്കെയായിട്ട് പറഞ്ഞു നോക്കോളൂ. ഇന്നെന്തായാലും അത്യാവശ്യം ഓട്ടമുള്ള ദിവസമായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോയിട്ട് തന്നെ ഹാഫ് ഡേ നമ്മൾ വർക്ക്ഷോപ്പിലായിരുന്നു. നമ്മുടെ കുട്ടപ്പായ മച്ചാൻ ഹെവി ലുക്കിലാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. വൈകുന്നേരം പിന്നെ ഓട്ടോ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഫിഷിങ്ങിന് ഇറങ്ങി. എന്റെ കൂടെ ഫിഷിങ്ങിന് വന്നിട്ട് അത്യാവശ്യം ഫിഷിംഗ് ഒക്കെ ഇപ്പൊ കുരിപ്പവർക്ക് അറിയാം. രണ്ടെണ്ണം മത്സരിച്ച് മീനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. മീനെ പിടിക്കുന്ന കൊതി മൂത്തിട്ട് നമ്മുടെ ഗൾഫുകാരും കൂടപ്പുറപ്പും കൂടെ കൂടിയിട്ടുണ്ട്. ചൂണ്ട എടുത്തുകൊണ്ടോ ഞാനാണെങ്കിൽ ഇപ്പൊ മീനെ പിടിക്കുന്ന അവളുമാരാണ്. കുളത്തിൽ വരാലിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ലൈവ് ആയിട്ട് നമുക്ക് പുൽച്ചാടി ഇടാന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് പുൽച്ചാടിയെ പിടിച്ച് ഞാനും ഫിഷിങ്ങിന് കൂടി. ഗോതമ്പോ ഇടുന്നതിനെക്കാട്ടി നല്ലത് പുൽച്ചാടി ഇടുന്നതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വരാലിനെ പിടിക്കേണ്ട മോഹവുമായി ചൂണ്ടയിട്ട് എനിക്കും കിട്ടിയത് കറക്റ്റാണ്. ചൂണ്ടയിട്ടിട്ട് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഫിഷിങ്ങിന് പോകുന്നത് ആദ്യമൊക്കെ ഒരു പാഷനും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. ഇപ്പൊ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വിളഞ്ഞ കറക്റ്റാണ്. ഏകദേശം ഒരു 200 ഗ്രാമോളം തൂക്കമുള്ള കറക്റ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം നല്ല വീട്ടിൽ വന്നപ്പോഴാണ് ഇസാച്ചിയുടെ ക്രിയേറ്റിവിറ്റി കാണുന്നത്. സദ്യവട്ടം ഒരുക്കിയിരിക്കുകയാണ് പുള്ളിക്കാരി. ക്ലേ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.